Jesus saved against you. യേശു വിടുതലിന്റെ ദൈവമാണ്. Jesus is a God of യേശു miracles. വിടുതലിന്റെ ദൈവമാണ്. Jesus is a God of miracles. പൂർണ്ണമായി വിശ്വസിക്കുന്നു. You should believe that. പൂർണ്ണമായി You വിശ്വസിക്കുന്നു. should believe that. യേശു ജീവിക്കുന്നു. Jesus is living. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. ചിലർ വായൊന്നും തുറക്കുന്ന പോലെ തോന്നുന്നില്ല. Some mountains are opening today. 9 മണിക്ക് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ വായ തുറന്നെങ്കിലേ ക്ലോസ് ചെയ്യത്തുള്ളൂ. If you only open your mouth and stop at 9 p.m. നിങ്ങൾ വാ തുറക്കുന്നവരേക്ക് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. Till you open your mouth and preach. Praise the Lord. Hallelujah. യേശുവിനെ വിളിക്കണം. Call Jesus. യേശുവിനെ വിളിക്കണം. Call Jesus. യേശുവിന്റെ അരികിലുണ്ട്. Jesus is beside you. യേശു ജീവിക്കുന്നു. Jesus living. Praise the Lord. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe? ഇന്ന് രാത്രിയുടെ വിടുതലിന്റെ രാത്രി എത്ര പേര് How വിശ്വസിക്കുന്നു? many believe this is the night of deliverance? വിടുതലിന്റെ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? യേശു അത്ഭുതം ചെയ്യും എത്ര പേര് How വിശ്വസിക്കുന്നു? many believe Jesus will have that Praise the miracle? Lord. Hallelujah. യേശുവാണ് എല്ലാമാണ്. Jesus is everything for us. Praise the Lord. Hallelujah. സാധ്യം ആകാതെ സാധ്യമാക്കുന്ന ദൈവം എന്റെ ദൈവം. What is impossible things for us will be possible by Jesus. ചില ദൈവങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് വന്നെ തേര് വേണം, ആള് വേണം, എടുത്തോണ്ട് പോകണം. Some people need people and other things to come to them. ആണ് എന്റെ യേശു എന്നെ എടുത്തോണ്ട് വന്ന യേശു. But my Jesus lifted me up and took എന്റെ me. യേശുവിന് തേര് വേണ്ട, കാളവണ്ടി വേണ്ട, ഒന്നും വേണ്ട. My Jesus doesn't need chariots or any bullock carts or anything. എന്റെ യേശു ജീവിക്കുന്ന യേശു. My Jesus is a living എന്റെ God. യേശു ജീവിക്കുന്ന യേശു. My Jesus is a living എന്റെ യേശു Jesus. ജീവിക്കുന്ന യേശു. My Jesus is a എന്റെ living യേശു God. ജീവിക്കുന്ന യേശു. My Jesus is a living നിങ്ങൾ Jesus. നല്ല ക്രിസ്ത്യാനി ആണെങ്കിലും നല്ല ബിലീവർ ആണെങ്കിൽ ദൈവത്തിന്റെ ഒരു മകനാണെങ്കിൽ മകളാണെങ്കിൽ നിങ്ങളിത് മറ്റവരോട് പറയണം. If you're a good Christian, a sister and brother, a good believer, you should ഇതിനാ tell ദൈവം good news. ഇതിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. That is our calling. നമ്മളെ വേറൊന്നിനുമല്ല ദൈവം വിളിച്ചത്. God didn't call us for anything നീ else. ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ മറ്റവരോട് പറയണം. If you're a Christian, tell others. Praise the Lord. Hallelujah. യേശു ജീവിക്കുന്നു പറയണം. Say my Jesus is a living God. വലിയവനെന്ന് പറയണം. Say my Jesus is a great man. യേശുവിനെല്ലാം കഴിയുമെന്ന് പറയണം. Say everything is possible for God. Hallelujah. അതാണ് വിശ്വാസം ഇരിക്കുന്നത്. That is where your faith lies. അതാണ് വിശ്വാസം That's ഇരിക്കുന്നത്. where your faith lies. ദൈവം അത് ചെയ്യും. God will do it. Praise the Lord. Hallelujah. ഒരുത്തനിപ്പോ യെരൂശലേമിൽ നിന്നും യെരിഹോവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. One person is traveling from Jerusalem to Jericho. നന്നായിട്ട് ശ്രദ്ധിക്കണം. Listen carefully. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് വേണം പോകാൻ, പുറമോട്ട് വരാൻ. Once you are saved, you have to go ahead, not behind. Praise the Lord. Hallelujah. ഇവനിപ്പോ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലോട്ട് ഇറങ്ങി വരിക. From Jerusalem is coming to Jericho. നിങ്ങൾ ഞാൻ ഇറങ്ങി വരേണ്ടിയവരല്ല, And we and you have to go up. You have to go up. കേറി You പോകേണ്ടിയവർ. have to go up. അവൻ നല്ല ഒരു വ്യാപാരി, നല്ല ബിസിനസ്മാൻ. He's a very good businessman. അവൻ നന്നായിട്ട് പണം സമ്പാദിക്കുന്നവനാണ്. He's a great man with good money. അവൻ അവിടെ ഇരുന്ന് നല്ല വ്യാപാരം ചെയ്തവനാണ്. And he's doing good business അവിടെ there. ഇരുന്നപ്പോ അവൻ ആഗ്രഹം ഇവിടെ താഴോട്ട് പോയി ഇന്നും കൂടുതലാണ് നമുക്ക് സമ്പാദിക്കാം. His desire is to go down and earn more. അവൻ താഴോട്ട് വന്നു. He came down. അവനെ കള്ളന്മാർ പിടിച്ച് The thieves got him. വസ്ത്രങ്ങളെല്ലാം ഊരിഞ്ഞു. All the time was അവനെ taken out. അടിച്ചു. And was beaten അവനെ up. മുറിവേൽപ്പിച്ചു. Bruised. അവനെ താഴെ വിട്ടു പോയി. And he was put അവനിൽ down. ഒന്നും ഇപ്പൊ ഇല്ല. Nothing. അവനിപ്പോ അനാഥയായിട്ട് അവിടെ കിടക്കുക. And he's just laying there. Praise the Lord. Hallelujah. ഉടനെ ഒരു നല്ല മനുഷ്യൻ വരിക. And this is good man coming. അവന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാമോ? Do you know what his name is? പേരെന്താ, നാട് പേര് നിങ്ങൾക്ക് അറിയാം. എന്തോ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? What has been said about him? ആര്? സമരിയക്കാരൻ വരിക. A Samaritan is coming. അവൻ രണ്ട് കൈ പുറകെ കെട്ടിക്കൊണ്ടാ വരുന്നത്. He has put both his hands behind him അവൻ coming. നല്ല സൂപ്പറാതാ ഇരിക്കുന്നത്. And he's looking good. അവന്റെ എല്ലാ അങ്കിയും സൂപ്പർ അല്ല, എല്ലാ യൂണിഫോം എല്ലാം കറക്റ്റ് ആയിട്ടായിരിക്കും. All that tie looks good. അവൻ രണ്ട് കൈ പുറകെ കെട്ടിയിരിക്കും. And both his hands are tied ഇവനെ back. കണ്ടേച്ച് കാണാത്ത പോലെ അങ്ങ് പോയി. And he didn't saw him, but he just pretended he didn't see him. അടുത്ത ഒരുത്തൻ വരുന്നുണ്ട്. The next person is coming. അവനൊരു ലേവിയൻ. And he's a Levite. അവനും അതേപോലെ കണ്ടു. He did the same അവനും thing. അങ്ങ് പോവാ. Even he's going. മൂന്നാമത് ഒരുത്തൻ വരുന്നു. Third one person came. അപ്പൊ ആരാന്നറിയാം? You know who is he? സമരിയക്കാരൻ. He is Samaritan. Praise the Lord. Amen. സമരിയക്കാരൻ. Samaritan. Praise the Lord. Hallelujah. അവൻ വന്ന് കണ്ടു. He came there. അവൻ പോയില്ല. He didn't go. അരികത്ത് വന്നു. He came near to him. അവനെ കണ്ടു. He looked at him. അവന്റെ മുറിവെ കണ്ടു. He looked at the ആ bruise. മുറിവിനകത്ത് Inside the bruise, വീഞ്ഞും എണ്ണയും ഒഴിച്ചു ആ മുറിവെ കെട്ടി. he put the wine and oil and bandaged him. അത് ഒഴിച്ചു കെട്ടി. And he was bandaged. അതിനുശേഷം അവൻ എടുത്ത് തന്റെ സ്വന്തം വാഹനത്തിൽ ഇരുത്തി. After that, he picked him up and put him in his vehicle. അവനെ ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. And now he's taking him. Praise the Lord. Hallelujah. നന്നായിട്ട് മനസ്സിലാക്കണം. So understand. ഇവർ രണ്ടുപേരും പോകാൻ കാരണം എന്താ? What is the reason these two people left? അവർക്ക് ഒരുവേള വലിയ വലിയ കാര്യങ്ങളെല്ലാം ഇരുന്നിരിക്കണം. Maybe greater things for them, priorities are there. എന്നിരുന്നാലും അവരുടെ ഇരിക്കേണ്ട സാധനം ഇല്ലായിരുന്നു. But they didn't have what was needed
for this person. ഇന്ന് രാവിലെ ഒരു 5 ടീമെ ഇവിടെ ഞാൻ പിരിച്ചു നിർത്തി. And I had 5 teams over here this morning. ഒരു ടീം വെള്ളം എടുക്കുന്നതാണ് തുരുത്തി. And one team had the water. ഇന്ന് ഒരു ടീം പാൽ എടുക്കുന്ന തുരുത്തി. The second team is with the milk. ഇന്ന് ഒരു ടീം തേൻ എടുക്കുന്ന തുരുത്തി. And the third team is with honey. അടുത്തത് എണ്ണ എടുക്കുന്ന തുരുത്തി. And the next is അടുത്തത് സുഗന്ധദ്രവ്യം എടുക്കുന്ന തുരുത്തി. and with the fragrance. 5 ടീമായി രാവിലെ ഞാൻ ഇവിടെ പിരിച്ചു. And 5 teams were അവർ ഇവിടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe they are here. ഇപ്പൊ സമരിയക്കാരുടെ കയ്യിൽ ഇരിക്കുന്നത് എണ്ണയും വീഞ്ഞും. And with the Samaritan there is a ഈ രണ്ടുപേരുടെ കയ്യിൽ അതില്ല. Those two people didn't have it. Hallelujah. അവരുടെ രണ്ടുപേരുടെ അതില്ല. They didn't have it, this thing. Praise the Lord. Hallelujah. ഇതാ നമുക്ക് അവർക്കുള്ള വ്യത്യാസം. That is the difference between me and you. നമുക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. There's no difference between them and us. വേറെ എല്ലാം കാണുമായിരിക്കും. A lot of other things. പക്ഷേ അവർക്ക് ഇരിക്കേണ്ട സാധനമില്ല. But what is needed is not there. മുറിവേ ആമേൻ കെട്ടാനുള്ള സാധനം അവന്റെ കയ്യിലില്ല. To bandage a bruise, they don't have anything. എണ്ണ എന്നെ കുറിക്കുന്നുണ്ടത്. Hallelujah. ഈ എണ്ണ എതേക്കുറിച്ചാണ് പറയുന്നത്? What is the oil say about? ഈ വീഞ്ഞ് എണ്ണ എതേക്കുറിച്ചാണ് പറയുന്നത്? What is the wine talking about? അബ്രാം എനിക്ക് കൊടുത്ത അഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. It is about anointing in us. അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. It is about authority. എനിക്ക് ദൈവം കൊടുത്ത അഭിഷേകം. It is anointing in our hands. അധികാരം. It is the authority. മുറിവുകളെ കെട്ടുന്ന അഭിഷേകം. I will bandage any bruise. എന്റെ കൈക്കകത്ത് എണ്ണയുണ്ട്. In my എന്റെ കൈക്കകത്ത് വീഞ്ഞുണ്ട്. There's wine in my hands. മുറിവ് കെട്ടാനുള്ള സാധനം എന്റെ കയ്യിലുണ്ട്. Things to bandage a bruise. അതില്ല. They didn't have it. Praise the Lord. Hallelujah. മറ്റോടെ അതില്ല. The other people didn't have it. കണ്ടിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുക. And that's where they're going. അത് ചെയ്യാൻ പറ്റത്തില്ല. They cannot do it. ഇവനെ അവിടെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയി. And they put in his vehicle and take him. എവിടെ കൊണ്ടുപോയെന്ന് അറിയാമോ? You know where did he take? എവിടെ കൊണ്ടുപോയത്? Where? വലിയ എന്താ പറയുന്നത്? സത്രത്തിൽ He took കൊണ്ടുപോയി. it to an inn. അന്ന് രാത്രി അവിടെ താമസിച്ചു. And that night he stayed there. പിറ്റേ ദിവസം പോവാ. Next day he was going. സത്രക്കാരനെ വിളിച്ചു. He called the innkeeper. 2 കാശ് അവന്റെ കൈ കൊടുത്തു. He gave him the money. നീ ഇവനെ നന്നായിട്ട് സൂക്ഷിക്കണം. Take care of him. അധികമായി ഏതെങ്കിലും ചെലവഴിച്ചാൽ ഞാൻ മറുപടി വരുമ്പോൾ നിനക്ക് തരാം. If there is any excess that you have paid to him, when I come back I'll give ഇത് it to you. എവിടെയാണ് കുറിക്കുന്നത്? And this is what he has Praise said. the Lord. Hallelujah. ഈ സത്രം എന്ന് പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവത്തിന്റെ സഭ. The inn means the church that you're worshiping. ആ സത്രത്തിൽ ഇരിക്കുന്ന മറ്റു ഓണർ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ. And the innkeeper is the pastor of the church. ഈ 2 കാശ് എന്തുവാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമവും പുതിയ നിയമവും. And you ask what the money is, the Old and the New Testament. മറുപടിയും വരുന്നെന്ന് പറഞ്ഞാൽ യേശു മറുപടി വരാൻ പോകും. The answer is coming back and Jesus is going to come back. ഇതാണ് സത്യം. This is the truth. ഇതേ മനസ്സിലാക്കണം. You should understand. മറുപടിയും വരും. And the നീ answer is അധികമായി വല്ലതും ചെയ്താൽ ഞാൻ അത് നിനക്ക് തരാം. and if you do anything else, I'll ഇതാണ് do that. ദൈവത്തിന്റെ കരുതൽ. That is the comfort. ഇതാണ് ദൈവത്തിന്റെ കാര്യം. This is what God does. അങ്ങനെയാണെങ്കിൽ സമരിയക്കാരനൊന്ന് ഉത്തരവാദിത്വമില്ലാത്തൊരിടത്ത് നിന്നെ കൊണ്ട് വിടത്തില്ല. He will not leave you to a man who doesn't have a responsibility. മറ്റുള്ളവർക്ക് മുറിവ് വന്നാൽ അത് കെട്ടാനുള്ള മുറിവിനുള്ള മരുന്ന് അവിടെ ഇല്ല. അത് മനസ്സിലാക്കണം. You understand that other people don't have anything to bind your bruise. Praise the Lord. Hallelujah. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തെളിവായിട്ടൊന്ന് പറയാൻ പോകും. I'm going to tell you. ഈ മെഡിക്കൽ സയൻസ് ഈ ദിവസം വരയ്ക്ക് ഈ മിനിറ്റ് വരയ്ക്ക് നിങ്ങൾ ഒത്തിരി മെഡിക്കൽ ആൾക്കാർ ഇവിടെ കാണുമായിരിക്കും. പഠിച്ചവർ കാണുമായിരിക്കും. ഡോക്ടർമാർ കാണുമായിരിക്കും. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്കൊന്നും പേടിയില്ല. I believe a lot of people are in the medical background. മെഡിക്കൽ സയൻസ് ഇന്ന് വരയ്ക്കും ശരിയായിട്ടുള്ള മെഡിസിൻ ക്യാൻസറിന് കണ്ടുപിടിച്ചിട്ടില്ല. Till date, medicine have never got a correct cure for cancer. Praise the Lord. Hallelujah. ഇന്ന് വരയ്ക്കും ശരിയായ മെഡിസിൻ ക്യാൻസറിന് കണ്ടുപിടിച്ചിട്ടില്ല. There is no correct medicine for cancer നിങ്ങൾ today. ഒന്ന് മനസ്സിലാക്കണം. One thing I ഈ understand. ലോകത്തിൽ ക്യാൻസറിന് മെഡിസിൻ ഇല്ല. There is no cure for medicine for cancer. ആனா ഗോൽഗോഥായിൽ നമുക്ക് ക്യാൻസറിന്റെ മരുന്നുണ്ട്. But Golgotha we have the answer. ഗോൽഗോഥായിൽ നമുക്ക് ക്യാൻസറിന്റെ മരുന്നുണ്ട്. There is a medicine at Golgotha for us. പ്രസംഗിക്കുന്ന യേശുവിന്റെ ഒരു തുള്ളി രക്തം നിന്റെ ക്യാൻസറെ മാറ്റുവാൻ മതിയായതായിരിക്കും. A drop of Jesus blood is enough to heal the cancer. Hallelujah. സിംഗിൾ പൈസ നിനക്ക് ചെലവില്ല. There is nothing you have to give him. അതൊക്കെ നീ നാളുകണക്കിന് അലയേണ്ട You ആവശ്യമില്ല. don't have to go straight anywhere. ഒരു നിമിഷം കൊണ്ട് യേശു നിന്നെ സുഖമാക്കും. In 1 minute Jesus will heal ഒരു you. നിമിഷം കൊണ്ട് നിനക്ക് അത്ഭുതം നടക്കും. In 1 minute he will be miracle for യേശു you. വലിയവനാണ്. Jesus is a great God. Praise the Lord. Hallelujah. ഫെബ്രുവരി മാസം തിരുവനന്തപുരം താബോർ IPC ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. In Trivandrum, Tabor IPC, I was preaching. അവിടെ ഒരു സഹോദരൻ മുന്നേ സീറ്റിലിരുന്നു. And there's a brother on the front seat. അങ്ങനെ നല്ല മനുഷ്യനാണ്. He's a good man. അങ്ങനെ മനസ്സിലായിട്ട് ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഈ രാജീവ് ബ്രദറിനും അവർക്കെല്ലാം ഈ പാസ്റ്റർ മൂലമായി ക്യാൻസർ സൗഖ്യം കൊടുത്തത് സത്യമാണെങ്കിൽ എന്റെ അളിയൻ മരണത്തിന്റെ നിമിഷങ്ങളെ എണ്ണിക്കൊണ്ട് ക്യാൻസർ ഹോസ്പിറ്റൽ ICU ഇരിക്കുന്നുണ്ടല്ലോ. ഈ മനുഷ്യൻ വന്ന് പോകുന്നതിന് മുന്നേ ഞാൻ ഇവരോട് പറയത്തില്ല, ഇവർ കൈവച്ച് പ്രാർത്ഥിക്കാനും പറയത്തില്ല. ഞാൻ
മനസ്സിൽ ചിന്തിക്കുന്നത് ഇവരുടെ പോകുന്നതിന് മുന്നേ എന്റെ അളിയനെ കർത്താവ് സൗഖ്യമാക്കണം. He was thinking in his mind, not opening up. He was saying that I heard a lot of people got cured from cancer because of prayer. സാക്ഷി എന്റെ ബാഗിനകത്തുള്ള എടുത്ത് നിങ്ങൾ പിന്നെ നോക്കിക്കോളൂ. I have the testimony over here. He said, God only, I'm not going to tell him, but let you hear him. താബോർ IPC കുറിച്ച് അറിഞ്ഞവരും ഒരുപാട് അവിടെ ഇരുന്നവരും കൂടെ ചിലപ്പോൾ ഇവിടെ കാണുമായിരിക്കും. Many people who went Tabor IPC are here today. ആ മനുഷ്യൻ ഇത് ഹൃദയത്തിനകത്ത് ചിന്തിച്ചത് എനിക്കറിയത്തില്ല. I didn't know that he was thinking in his heart. പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. He didn't tell me to pray. അളിയൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല. He didn't tell me his brother-in-law is almost on the deathbed. ഹൃദയത്തിനകത്ത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. In his heart he believed. ഈ വർഗീസ് പാസ്റ്റർ കൊണ്ട് പോകുന്നതിന് മുന്നേ എന്റെ അളിയൻ സുഖമായി ഇവിടെ വരണമെന്ന് പറഞ്ഞു. Before Varghese pastor leaves, my brother-in-law should be coming here. പകൽ ആരാധന കഴിഞ്ഞു. And first day was finished. വൈകിട്ട് ആരാധന കഴിഞ്ഞു. In the evening it finished. പിറ്റേ ദിവസം പകൽ ആരാധന കഴിഞ്ഞു. The next day the morning session was finished. ഉടനെ അങ്ങേര് വന്ന് എന്നെ കണ്ടു. After he came in. പാസ്റ്റർ വൈകിട്ട് എനിക്കൊരു സാക്ഷിക്ക് ടൈം വേണം. In the evening I need a time for testimony. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാസ്റ്ററോട് ചോദ്യം. He said ask your pastor. പാസ്റ്ററോട് പോയി ചോദിച്ചു. He asked his pastor. സാക്ഷിക്കെല്ലാം സമയത്തിൽ ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ കൊടുക്കണമെന്ന് പറഞ്ഞു. He said I don't have time for testimony. 2 മിനിറ്റ് എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. He said give me 2 minutes. അവർ പറഞ്ഞ സാക്ഷി The testimony. ഞാൻ പ്രാർത്ഥന വിഷയം കൊടുത്തില്ല. I didn't give the prayer. പാസ്റ്റർക്ക് അറിയത്തില്ല. Pastor didn't know. പാസ്റ്റർ പ്രാർത്ഥിച്ചില്ല. Pastor didn't pray. ഞാൻ എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചു. I thought in my heart. ഈ മനുഷ്യൻ നിശ്ചയമായ ഒരു ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ ഇവരിവിടുന്ന് പോകുന്നതിന് മുന്നേ എന്റെ അളിയന് ദൈവം സൗഖ്യം കൊടുക്കും. If this is truly a man of God, my brother-in-law should be healed before he leaves. തന്റെ അളിയൻ 2 മണിക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞ സംഭവം. His brother-in-law at 2 a.m. called him. ഇന്ന് എന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു ഡോക്ടർമാർ. Today I was tested by the doctor. അല്ല ഇന്നലെ വന്ന റിപ്പോർട്ട് എന്റെ മരണത്തിന്റെ ദിവസങ്ങളാണ് കുറിച്ച് കൊടുത്തത്. Yesterday's report had my date when I will die. ഇനി എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. They said there's no more treatment. എല്ലാം കഴിഞ്ഞതാണ് പറഞ്ഞത്. Everything is finished. മരണത്തിന്റെ സമയമാണ് പറഞ്ഞത്. Nearing my death. അല്ല ഇന്ന് 2 മണിക്ക് എന്നെ വിളിച്ച് നോക്കി വെച്ച് പറഞ്ഞു നിനക്ക് ക്യാൻസറേ ഇല്ലെന്നാണ്. At 2 a.m. he said there's no cancer. ഇനി നിനക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. No treatment for cancer is necessary. Praise the Lord. Hallelujah. ഈ മനുഷ്യൻ ഇവിടെ നിന്ന് സാക്ഷി പറയുക. And this man is testifying. ആ സമയത്ത് തന്നെ അതേ താബോർ IPCയിലെ ക്യാൻസർ ഹോസ്പിറ്റലിലെ ഒരു ഹെഡ് നേഴ്സ് 2 ബ്രസ്റ്റും ക്യാൻസറിനാൽ അഴുകി കീമോ കൊടുത്ത് തലമുടിയെല്ലാം മൊട്ടയടിച്ച് അവൾ പുറകിൽ ചുരുട്ടി ഇങ്ങനെ ഉட்கார்ந்திരിക്കും. അവൾ അവിടെ ഇരിക്കുക അവിടെ പുറവശത്ത്. And this the same church there was a sister who had a breast cancer and she lost all her hair with the chemo and she was sitting behind. അവൾ ഒരു പെന്തക്കോസ്ത് വിശ്വാസി. She was a Pentecostal ആ believer. ഹോസ്പിറ്റലിൽ അവളെ കളിയാക്കാൻ തുടങ്ങി. Everybody started teasing her. എടി ഞങ്ങളെല്ലാം യേശുവിനെ ആരാധിക്കുന്നില്ല. We all are not worshiping Jesus. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. We don't have any ഈ problem. കമ്മലും മാലയെല്ലാം ഊരി കളഞ്ഞു. And you have left നീ all സ്നാനം ornaments. എടുത്തതാ And പറയുന്നത്. you say you're നീ baptized. വെള്ളസാരി ഉടുക്കുന്നതാ പറയുന്നത്. And you're saying you're നീ good. എപ്പോ നോക്കിയാലും യേശു യേശു എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Every time you say about Jesus. എന്താണ് ഈ ആപത്തെന്നാ ചോദിച്ചു. So what is the problem with ആ you? യേശു എന്തിനാണ് എന്നാ ചോദിച്ചു. Where is your Jesus? അവൾ പറഞ്ഞ ക്യാൻസറിന്റെ വേദനയെക്കാട്ടിലും അധികമാണ് വേദന ഇവർ പറയുന്നതാണ്. If what they're saying is more problematic than the അവരുടെ cancer. ജീവിതം തകർന്നു പോയി. And our whole life was 2 destroyed. ബ്രസ്റ്റും അഴുകിപ്പോയി. And everything was gone. അവളെ കൊണ്ട് ജീവിക്കാൻ ഇനി പറ്റത്തില്ല. And she cannot live anymore. മെഡിസിൻ അവൾക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റത്തില്ല. Medicine cannot heal her. അതേ ക്യാൻസർ ആസ്പത്രിയിലെ ഒരു ഹെഡ് നേഴ്സ് ആയി ജോലി ചെയ്യുന്നുണ്ട്. And she's working as a head nurse in the hospital. ഡോക്ടർമാരെല്ലാം കൈവിട്ടു. Doctors left. ഈ സാക്ഷി കേട്ടപ്പോൾ ഓടി വന്നു. And when she heard the testimony, she came running. പാസ്റ്റർ ഇതിങ്ങനെ സത്യമാണെങ്കിൽ എനിക്കൊരു കൊച്ചു പ്രാർത്ഥിക്കാം. Said, Pastor, if it is true, you have to pray ഞാൻ for അവൾക്ക് me. വേണ്ടി പ്രാർത്ഥിച്ചു. I prayed for her. സാക്ഷി വേണമെങ്കിൽ ആ ബാഗിനകത്തോട് നിങ്ങൾ ഇട്ട് കേട്ടോളൂ. And there's a testimony in my Praise mouth the you want Lord. to hear. Praise the Lord. Hallelujah. ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. I prayed and she left. പിറ്റേ ദിവസം അവൾ വന്നു. Next day she came. അവൾ പറഞ്ഞത് What she said is, പാസ്റ്റർ എനിക്കൊരു സ്പെഷ്യൽ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. and there was a special testing for ആ me. ടെസ്റ്റ് എടുത്ത് നോക്കി. And they tested me. ഡോക്ടർമാരുടെ തലയിൽ കൈവച്ചു. And the doctors were amazed. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. So what happened to നീ you? എവിടെ പോയി വന്നേന്ന് ചോദിച്ചു. Where did you go and come back? എന്താ സംഭവിച്ചത്. Say, what happened to you? ബോഡിയിൽ ക്യാൻസർ ഇല്ല. There's no cancer in your body. ക്യാൻസർ ഇല്ല. There's no cancer in your body. ഇല്ല. No cancer. എന്റെ യേശു ജീവിക്കുന്നു. My Jesus is a living Jesus. Praise the Lord. Hallelujah. ഇതാണ് ഈ എണ്ണ. The wine oil. ഇതാണ് ഈ വീഞ്ഞ്. This is the wine. Praise the Lord. Hallelujah. ബെന്തക്കോസിന്റെ അനുഭവത്തിലിരിക്കുന്ന ബെന്തക്കോസ് വിശ്വാസികൾ അറിയ വേണ്ടിയത് നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവം. Every Pentecostal believer should know that you're worshiping a true living God. Praise the Lord. Hallelujah. നിങ്ങൾ അവിടെ ഇവിടെ പോയി പ്രാർത്ഥിക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. You don't need to go somewhere else and beg for prayer. ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല. Nobody should lay hands on you. ആരോട് നിങ്ങൾ പ്രേ പാർട്ട്ണറായി നിങ്ങൾ പോയി ചേരേണ്ട ആവശ്യമില്ല. You don't need to go to social yourself നീ either. ചോദിച്ചാൽ നിനക്ക് ഉത്തരം കൊടുക്കുന്ന ദൈവമാണ് എന്റെ യേശു. If you ask, Jesus will answer you directly. Praise the Lord. Hallelujah. നീ വിശ്വസിക്കണം. You have to believe. നീ വിശ്വസിക്കണം. You have to believe. ഇപ്പോൾ നിങ്ങൾ അവളെ കണ്ടാൽ അഴുകിപ്പോയ ബ്രസ്റ്റ് എല്ലാം
ഒന്നായിട്ടായിരിക്കുന്നു. If you look at her right now, both her breasts. അങ്ങനെ ഒരു സംഭവം വന്ന മാതിരി ഇല്ല. There is no identifying of them. ഡിസംബർ മാസത്തിലെ ഷാജി പാസ്റ്റർ കേരളത്തിലെ മീറ്റിംഗ് വെക്കുന്നുണ്ട്. In December, Shaji Pastor is ഞാൻ അവിടെ going to പ്രസംഗിക്കുന്നു. I'm going to minister. അവരെല്ലാം അവിടെ വന്ന് സാക്ഷി പറയും. They all will come and testify. അതിനുശേഷം പാസ്റ്റർ നിങ്ങൾക്ക് പറയുന്നു. And after the pastor come and tell you. എടുത്തുകൊണ്ട് കാണിക്കും. And he will show you. യേശു ജീവിക്കുന്നു. Jesus is living God. Hallelujah. Hallelujah. എന്തോ പറഞ്ഞാലും വാതറക്കത്തിൽ എന്റെ ദൈവമേ എന്തോ വായിക്കും. What is this? What is the God? Hallelujah. വായിക്കാത്ത പോലെ കൊഴുക്കട്ട പോലെ വിഴുങ്ങണേ ദൈവം ചെയ്യും. Is there anything in your mouth? Praise the Lord. Hallelujah. സാറിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. Jesus is living God. സിസ്റ്ററിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. Jesus is living God. ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. If you are worshiping God, we do the miracles. Hallelujah. Hallelujah. ഒരു ദിവസം ഒരു ബൈബിൾ കോളേജ് സ്റ്റുഡന്റ് എന്നെ ചർച്ചിൽ സാക്ഷി പറയാൻ വന്നു. A Bible college student came to testify in my church. അവൻ AG ചർച്ചിലെ കേരളത്തിലെ AG ചർച്ചിലെ ബൈബിൾ കോളേജിൽ പഠിച്ചത്. He studied in the AG Bible college. ബൈബിൾ കോളേജ് പിള്ളേർക്ക് ഒരു രാത്രി ഓൾ നൈറ്റ് പ്രേയർ പാസ്റ്റർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന്മാർ ആരും സ്തുതിക്കത്തില്ല ദൈവത്തെ. And when there was a whole night prayer by the pastor, nobody worships God. ഒത്തിരി നേരം സ്തുതിക്കണം സ്തുതിക്കണം എന്ന് പറഞ്ഞ് ഒരുത്തനും സ്തുതിക്കില്ല. And he continued to say praise, praise, but nobody was doing it. പുള്ളിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. And he was so angry. സ്തുതിക്കടാ പട്ടി എന്ന് പറഞ്ഞു. He said, pray, you dog. അപ്പോഴാ എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി. And that is the time when they praise. അത് പറയിപ്പിക്കരുതേ. Don't make me say that. അങ്ങനെ പട്ടിയല്ല. We are not dogs. മണവാളന്റെ മണവാട്ടികളാണ് നമ്മൾ ഇരിക്കുന്നത്. And we praise the Lord. Hallelujah. സ്തുതിക്കടാ പട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് തുറിച്ചത്. I won't even say praise. ഇപ്പോഴാ വന്ന് അനങ്ങുന്ന പോലെ തോന്നുന്നു. Now I'm seeing that you are moving. Praise the Lord. Hallelujah. ദൈവത്തെ സ്തുതിക്കാൻ ആരും പറയേണ്ട ആവശ്യമില്ല. Nobody will tell you that you worship God. ദൈവത്തെ പാടാൻ ആരും പറയേണ്ട ആവശ്യമില്ല. Nobody will tell you that you have to sing to God. ഇവനെ സേഫ്റ്റിയായ ഒരു സ്ഥലത്തിലെ കൊണ്ട് വിട്ടിരിക്കുക. And a safe place is where He is. ഇനി അവൻ പേടിക്കേണ്ട ആവശ്യമില്ല. You don't have to fear. ഇനി അവൻ പേടിക്കേണ്ട You ആവശ്യമില്ല. don't need to fear. ദൈവത്തെ വിട്ട് പോയാൽ ഇതായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. If you leave God, then what is going to happen? ദൈവത്തെ വിട്ട് പോകരുത്. Do not leave God. ദൈവത്തോട് ഇരിക്കണം. Be with God. ദൈവം പറയുന്നത് ചെയ്യണം. Do what God says. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. Do the will of God. നമ്മുടെ ഇഷ്ടമല്ല. Not our will. നമ്മുടെ ഇഷ്ടമല്ല. Not our will. ദൈവത്തിന്റെ ഇഷ്ടം. God's will. ദൈവം പറയുന്നത് What God says. ചെയ്യണം. You should do. കർത്താവ് ചെയ്യുന്നത്. And that's when God will do His work. അത്ഭുതം നടക്കുന്നു. That's when the miracle will happen. പുലിയുടെ വായിൽ എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നാണ് ചോദിക്കുന്നത്. And I'm asking God, relieve me from the tiger. Praise the Relieve you Lord. much. നിങ്ങളെ രക്ഷിക്കുമെന്നാണ് ഞാൻ I'm ചോദിക്കുന്നത്. asking you, will He rescue you? Hallelujah. Hallelujah. ദൈവം ആരാ? Who is our God? ദൈവം ആരാ? Who is our God? ഏത് വിധത്തിലും നമ്മളെ രക്ഷിക്കാൻ മതിയായി. In any way He can save us. ഏത് വിധത്തിൽ നമ്മളെ രക്ഷിക്കാൻ In മതിയായി. any way He can save us. Praise the Lord. Hallelujah. എന്നാൽ ആ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ എനിക്ക് യേശുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. I didn't realize the auto rickshaw driver was Jesus. അവൻ ആരാന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. And I can understand who is He. ഇതാ നമുക്ക് വരുന്ന മിസ്റ്റേക്ക്. This is our mystery. Praise the Lord. Hallelujah. യേശു അഞ്ചപ്പത്തി എടുത്ത് 2 മീനെടുത്ത് 5000 പേർക്ക് കൊടുത്തു. And Jesus gave 5 loaves of bread, 2 എല്ലാവരും വയറ്5,000. നിറച്ച് കഴിച്ചു. And everybody was satisfied. 12 കൂടെ മിച്ചം എടുത്തു. And 12 baskets left. ബോട്ടിൽ കയറ്റി. And poured with the boat. എടാ നീ എനിക്കൊന്ന് കുറച്ച് ജോലിയുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. He said, just go have some work. 12 പേരും കൂടെ എടുത്തോണ്ട് പടകെടുത്ത് പോയി. And they took their boat and left. അപ്പൊ വയറ് നിറയെ അപ്പം മീൻ ഇരിക്കുക. And in the stomach it's good ഒട്ട loaves of നിറയെ bread. അപ്പം മീൻ ഇരിക്കുക. And it is there. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. And they're going. അപ്പൊ അവർ സ്തുതിക്കേണ്ട ആവശ്യമില്ല. No need to praise. യേശു കൂടെ ഇല്ല. Jesus is not there. ചെറിയ ടെസ്റ്റിംഗ് ആണ് യേശു അവർക്ക് വെച്ചിരിക്കുന്നത്. The small testing by ചെറിയ Jesus. ടെസ്റ്റിംഗ് ആണ് വെച്ചിരിക്കുന്നത്. Small testing. വയറ്റിനകത്ത് മീനും അപ്പവും ഉണ്ട്. And the fish and the bread. ഒട്ടയ്ക്കകത്ത് മീനും അപ്പവും ഉണ്ട്. In the boat there is ഇപ്പൊ the യേശുവിന്റെ ആവശ്യമൊന്നുമില്ല. no need of Jesus. ഇപ്പൊ യേശുവിന്റെ ആവശ്യമൊന്നുമില്ല. Now no need of Jesus. എല്ലാം ചിലർ ഇരിക്കുന്നതിനെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾ എന്തിനാ പാടുന്നത് എന്തിനാ സ്തുതിക്കണമെന്ന് പോലെ എനിക്ക് തോന്നുന്നു. If you look at people over here, some of you are satisfied by having Jesus. ഇവര് വീട്ടുകാരെയും നാട്ടുകാരെല്ലാം പറഞ്ഞ് ജാളിയായി പോയിക്കൊണ്ടിരിക്കുക. And they are very jolly in their lives. യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അവിടെ പറയുന്നില്ല. They're not talking the miracle of യേശുവിനെ Jesus. പടകിൽ സ്തുതിക്കുന്നില്ല. They're not praising യേശുവിനെ Jesus. പാടുന്നില്ല. Not singing for യേശു Jesus. എന്ന് പറയുന്നില്ല. Not talking to യേശു Jesus. പടകിൽ ഇല്ല. Jesus not in the boat. Praise the Lord. Hallelujah. യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Jesus praying on the mountain. ഇപ്പൊ സമുദ്രത്തിന്റെ നിലയെല്ലാം മാറി. And the entire sea. കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങി. The wind started coming. തിരമാലകൾ എഴുന്നേക്കാൻ തുടങ്ങി. And the whole waves were coming. ഇവന്മാർക്ക് എന്നാ സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. They don't know what's happening. യേശു കൂടെ ഇല്ല. Jesus is not there. യേശു കൂടെ ഇല്ല. Jesus is not there. എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക. They tried everything. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. Any way to save. ഒരു വഴിയുമില്ല. No way. നോക്കിയപ്പോ ദൂരത്തിൽ ഒരാൾ നടന്നു വരുന്നു. And far one person is walking. ദൂരത്തിൽ ഒരാൾ നടന്നു വരുന്നു. One person walking to them. ഇവന്മാര് പറയുന്നത് ഒരു ഭൂതം വരുന്നെന്ന്. There's a ghost. ഇതാ നമ്മുടെ മിസ്റ്റേക്ക്. It's a mistake. ഒരു ഭൂതം വരുന്നെന്നാ You പറയുന്നത്. think there's a ghost? യേശു ഭൂതമല്ലടാ ഞാനാ നിങ്ങൾ പേടിക്കും.